ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു ടെസ്ല നോക്കിയാലോ. ഒരു ടെസ്ല എങ്ങനെയാണ് ഓണാക്കാൻ നോക്കാം. അപ്പം ഇത് ഡോറ് ലോക്കായിരിക്കുന്ന അവസ്ഥയിലുള്ളത്. ഇനി അത് അൺലോക്ക് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ അതിൻ്റെ കാർഡൊന്ന് കാണിക്കാം. ആ കാർഡൊന്ന് കാണിക്കൂ. ഇതാണ് ആ കാർഡ്, കീ കാർഡ്. ഓക്കെ, വെച്ചോ. അപ്പോൾ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ, ഇത് അൺലോക്കായി. വീണ്ടും ഒന്ന് ലോക്ക് ചെയ്യൂ. ലോക്കായി. ആണ് സംവിധാനം. ടെസ്ലയുടെ മോഡൽ 3 എന്ന് പറയുന്ന മോഡലാണ്. അതിനുശേഷം ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡോർ ഓപ്പണായി. ഇതാണ് ടെസ്ലയുടെ സ്ക്രീൻ. വേറെ ഒന്നുമില്ല. ഒരു ഡാഷ്ബോർഡിൽ ക്ലസ്റ്ററോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനവും ഇല്ല. ആകെയുള്ളത് ഈ സ്ക്രീൻ മാത്രമാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ഇവിടെയുള്ളത് ഡോർ പവർ വിൻഡോ, ഡോർ ലോക്ക് ഓപ്പൺ ചെയ്യാനായിട്ട്. ഈവൻ മിറർ, ബാക്കിയുള്ള എല്ലാ കൺട്രോളും ഈ 2 ബട്ടണാണ് സ്റ്റിയറിംഗ് വീലിലുള്ളത്. ബാക്കിയുള്ള എല്ലാ കൺട്രോളും മെയിനായിട്ട് വരുന്നത് ഈ സ്ക്രീനിലാണ്. ഇനി ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ആക്സസ് കാർഡ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കീ. ഇത് ടാഗിനനുസരിച്ചാണ് ഡോർ ലോക്ക് ചെയ്യും അൺലോക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഓണാക്കാനോ ഓഫാക്കാനോ ഒക്കെയുള്ള മാർഗം ഇത് ഉപയോഗിച്ചാണ്. വയ്ക്കാനുള്ള സ്പേസ് ഇവിടെയാണെന്നാണ് പറയുന്നത്. നമുക്ക് ഈ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ ബാക്കി എല്ലാ സെറ്റിങ്സും ഈ സ്ക്രീനിൽ നിന്നാണ് തുടങ്ങുന്നത്. പലതരത്തിലുള്ള കൺട്രോൾ, അതിൻ്റെ ലൈറ്റും ക്വിക്ക് കൺട്രോൾസ്, ലൈറ്റ്, അതുപോലെ ലോക്സ്, ഡിസ്പ്ലേ, ഡ്രൈവിംഗ്, ഓട്ടോ പൈലറ്റ് ഇവിടെ UAE ആക്റ്റീവ് അല്ല. US കാലിഫോർണിയ പോലത്തെ സ്ഥലത്തൊക്കെ ആക്റ്റീവാണ്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ആക്റ്റീവ് ആയിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. നാവിഗേഷൻ, സേഫ്റ്റി, സെക്യൂരിറ്റി തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങൾ ഈ സ്ക്രീനിലാണ് സെറ്റിങ്സ്. അതിൽ റേഡിയോ അല്ലെങ്കിൽ മ്യൂസിക്, അതുപോലെ തന്നെ ക്യാമറ, അതുപോലെ ക്യാമറയുടെ 2 സൈഡിലുള്ള കൺട്രോള്. അല്ലെങ്കിൽ 2 സൈഡിലും ക്യാമറ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡും കാണാനായിട്ടുള്ള 2 സൈഡിലും ഓരോ ക്യാമറ ഡോറിൻ്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വേറെ ഒരുപാട് ഫങ്ഷൻസ് ഉണ്ട്. എനർജി, എത്ര എനർജി കൺസ്യൂം ചെയ്തു, ചാർജിങ് എപ്പോഴാണ്, ഏത് സമയത്ത് ചാർജ് ചെയ്യണം, തുടങ്ങി കുറേ കാര്യങ്ങൾ സെറ്റിംഗ് ആയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ സീറ്റ് കൺട്രോൾ, ബ്ലോവർ, AC കൺട്രോളെല്ലാം വളരെ വളരെ രസകരമായിട്ടുള്ള സംവിധാനമാണത്. ഈ എയർ ഫ്ലോ ഒക്കെ വരുന്നത് പോലെ എവിടെ നിന്ന് പോലെ ശരിക്കും പെട്ടെന്ന് നമുക്ക് കാണാനായിട്ട് മനസ്സിലായി. പക്ഷെ അതിനകത്താണ്, ഈ വെന്റി കൂടെയാണ് വരുന്നത്. ഇവിടെ നമുക്ക് എത്ര കിലോമീറ്റർ ഓടിക്കാം എന്നുള്ളത് കാണുന്നുണ്ട്. അധികം കിലോമീറ്ററിന് ഓടിക്കാൻ പറ്റില്ല. 178 കിലോമീറ്റർ ഇനി വീണ്ടും ചാർജ് ചെയ്യണം. AC ഓഫായി. അതുപോലെ സീറ്റിലുള്ള കൺട്രോൾ, ഹീറ്റർ, വെന്റിലേറ്റർ, അതുപോലെ ഡിഫ്രോസ്റ്റർ തുടങ്ങിയ സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടെസ്ലയുടെ സ്ക്രീൻ. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്ക്രീനാണ്. സൗണ്ട് ക്ലാരിറ്റി കൊള്ളാം. ഒരുപാട് കാര്യങ്ങൾ ഇതിലത്ത് ചെയ്യാൻ പറ്റുന്ന എല്ലാ കേസിലും, ഇപ്പം മിറർ ഓൺ ആക്കുന്നു, മിറർ ഓഫ് ചെയ്യുന്നു, മിറർ ഫോൾഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് വീല് കൺട്രോൾ ചെയ്യുന്നു തുടങ്ങി കംപ്ലീറ്റ് കാര്യങ്ങളും ഇവിടെ നിന്ന് ചെയ്യും. ഇപ്പോൾ അവിടെ ടെലിസ്കോപ്പിക്ക് നമുക്ക് ഇതിനകത്ത് സ്റ്റിയറിംഗ് വീലിൻ്റെ അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ കണ്ടോ, തിരിയുന്നതനുസരിച്ച് അങ്ങോട്ടും തിരിയും. അതുപോലെ ഹൈറ്റ് കൂടി വരുന്നു അല്ലെങ്കിൽ ഹൈറ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം ഇവിടെ കൺട്രോൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഈ ഗ്ലോ ബോക്സ് ആണ്. ഗ്ലോ ബോക്സ് നമ്മൾ ഇതിനകത്ത് ഓപ്പൺ ആക്കണമെങ്കിൽ പാസ്വേഡ് എൻ്റർ ചെയ്യണം. 4 ഡിജിറ്റ് പാസ്വേഡ് എൻ്റർ ചെയ്യണം. ഇവിടെ ഇതാണ് ഗ്ലോ ബോക്സ്. പക്ഷെ അതിനകത്ത് നമുക്ക് വേറെ ബട്ടണും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അത് മുഴുവൻ ലോക്കിംഗ്, വളരെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന സംവിധാനമാണ്. ഇങ്ങനെ ഗ്ലോ ബോക്സിന് സെപ്പറേറ്റ് നമ്പർ കാര്യങ്ങളൊക്കെ. ഇതാണ് സെൻട്രൽ കൺസോള്. ഇതിനകത്ത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിൻ്റെ മൊബൈൽ പാഡ് അല്ലെങ്കിൽ മൊബൈൽ വെക്കാനൊക്കെ ആയിട്ടുള്ള സംവിധാനം കൊടുത്തിട്ടുണ്ട്. USB പോർട്ട് കാര്യങ്ങളൊക്കെ അതിന് താഴെയുണ്ട്. വളരെ സിമ്പിളായിട്ടൊരു മൊബൈലോടെ അങ്ങനെ വെക്കാനായിട്ട് സാധിക്കും. പക്ഷേ ഇതിൽ ചാർജിങ് ഒന്നുമില്ല. ഈ മോഡലിന് വയർലെസ് ചാർജിങ് ഒന്നും കൊടുത്തിട്ടില്ല അവിടെ.
അതുപോലെ ഇത് ജസ്റ്റ് നല്ല സ്ട്രോങ് ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് അടയില്ല, തിരിഞ്ഞു വരും. അപ്പം വളരെ സിമ്പിളായിട്ട് ടച്ച് ചെയ്ത് അവിടെ ഇരുന്നോളും. പിന്നെ വേറെ പ്രത്യേകിച്ച് ഇതിനകത്ത് പിന്നെ ഒന്നുമില്ല, എല്ലാം ബാക്കി എല്ലാ കൺട്രോളുകളും അവിടെ നിന്ന് തന്നെയാണ്, സ്ക്രീനിൽ മാത്രമാണ് ഇത് ഓപ്പൺ ആക്കുന്ന. ഇപ്പം അതുപോലെ തന്നെ ഈ സ്ക്രീനിൽ ഇപ്പോൾ ഇവിടെ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഹുഡ് ഓപ്പൺ ആവും. അതുപോലെ റങ്ക് ഓപ്പൺ ആക്കിയിട്ട് ടച്ച് ചെയ്താൽ മതി. അതുപോലെ ചാർജിങ് പോർട്ട് ഓപ്പൺ ആക്കിയിട്ട് ടച്ച് ചെയ്താൽ മതി. അപ്പം അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ 2 സീറ്റിലും ആൾ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അതുപോലെ ഡോറ് ഓപ്പൺ ആക്കാനുള്ള ബട്ടണാണിത്. പിന്നെ പവർ വിൻഡോയുടെ ബട്ടൺ. ഇപ്പോൾ ഡോറ് ഇത് അമർത്തി കഴിഞ്ഞാൽ ഡോർ ഓപ്പൺ ആയി. അതുപോലെ ഈ ബട്ടണിലാണ്ട് ഇവിടുന്ന് മാനുവലായിട്ട് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആക്കാൻ സാധിക്കും. ടെസ്ല മോഡൽ 3 എന്ന് പറയുന്ന മോഡലാണിത്. അതിൻ്റെ ചാർജിങ് പോർട്ട് ഇവിടെയാണ്. ഇതാണ് ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ടച്ച് ചെയ്താൽ മതി. ടെസ്ലയായി ചാർജിങ് പോർട്ട്. അതുപോലെ ഇതിൻ്റെ ചാർജിങ് കേബിൾ, വണ്ടിക്കൊപ്പം വരുന്ന ചാർജിങ് കേബിളാണിത്. ചാർജിങ് കേബിൾ പലതരത്തിലുള്ള ചാർജിങ് ഉണ്ടായിരിക്കും. ഫാസ്റ്റ്, സൂപ്പർ ചാർജിങ്, ഫാസ്റ്റ് ചാർജിങ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള കേബിളും പലതരത്തിൽ പല ആംബിയർ കപ്പാസിറ്റിയിലുള്ള ചാർജിങ് ഉണ്ടായിരിക്കാം. പക്ഷേ ഇതാണ് ബേസിക്കലി ഇതിൻ്റെ കൂടെ വരുന്നത്. ഇനിയിപ്പം ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നമുക്ക് വില്ലേക്ക് ഉണ്ടെങ്കിൽ വീട്ടിൽ അവർ കൊണ്ടുവന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന ടൈപ്പ് ചാർജേഴ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ഡിഫറെൻറ്റ് ചാർജറും ഇതിനകത്ത് ഉണ്ടെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഡിഫറെൻറ്റ് ചാർജിങ്. അപ്പോൾ ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള ടെസ്ലയുടെ കാര്യങ്ങൾ. ഇത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനുണ്ട്. ജസ്റ്റ് വണ്ടി കണ്ടപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ്. താങ്ക് യു.